കൊടുമുടി സ്കൂൾ വാണിയിലേക്ക് സ്വാഗതം. കൊടുമുടി സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനാചരണം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. വിദ്യാലയമുറ്റത്ത് 2 തണൽ മരങ്ങൾ നട്ടുകൊണ്ട് ഹെഡ്മിസ്ട്രസ് യാസ്മിൻ ഹരിതാഭമായ പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിച്ചു. PTA പ്രസിഡന്റ് മൂസ പൂവഞ്ചേരി, മുൻ പ്രധാനാധ്യാപിക രമണി ടീച്ചർ, മറ്റ് MTA അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കാളികളായി. തൈകൾ നട്ടതിനു ശേഷം പരിസ്ഥിതി സംരക്ഷണത്തിനായി വിദ്യാർത്ഥികളും അധ്യാപകരും ഒന്നിച്ച് പരിസ്ഥിതി ദിന പ്രതിജ്ഞയെടുത്തു. തുടർന്ന് സ്കൂളിലെ വിവിധ ക്ലാസുകളുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന നിരവധി പ്രകൃതി സൗഹൃദ പ്രവർത്തനങ്ങളാണ് അരങ്ങേറിയത്. 4ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഷെഹ്മ മലയാളത്തിലും ഐഷ ഇംഗ്ലീഷിലും പരിസ്ഥിതി ദിന സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് പ്രസംഗിച്ചു. Respected teachers and my dear friends, World Environment Day is celebrated on 5th June in every year. പാഴ്വസ്തുക്കളെ ചുരുങ്ങിയ സമയം കൊണ്ട് കുട്ടികൾ മനോഹരമായ അലങ്കാര വസ്തുക്കളാക്കി മാറ്റിയ പ്രദർശനം ഏറെ ശ്രദ്ധേയമായി. കൂടാതെ സ്കൂൾ തലത്തിലും ക്ലാസ് തലത്തിലും ക്വിസ് മത്സരങ്ങളും പോസ്റ്റർ നിർമ്മാണവും നടന്നു. 1ാം ക്ലാസ്സിലെ കുരുന്നുകൾക്കായി ചിത്രരചന, കൈപ്പത്തിമരം നിർമ്മാണം, പ്രകൃതി നിരീക്ഷണം, ഇൻഡോർ പ്ലാന്റ് സെറ്റിംഗ് എന്നിവ സംഘടിപ്പിച്ചു. ക്ലാസ് ടീച്ചർമാരായ ഷിബിന ടീച്ചർ, ജുമാന ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് നിർമ്മിച്ച ഹാങ്ങിങ് പോട്ടുകളിൽ ആയുഷി, പുണ്യ, ഹാഷിം എന്നീ കുട്ടികൾ കൊണ്ടുവന്ന ചെടികൾ നട്ടുപിടിപ്പിച്ചത് കൗതുകമുണർത്തി. 2ാം ക്ലാസ്സിലെ കൂട്ടുകാർ ചിത്രരചന, പോസ്റ്റർ നിർമ്മാണം എന്നിവയ്ക്കൊപ്പം കവിതയ്ക്ക് വരികൾ കൂട്ടിച്ചേർക്കാം എന്ന സർഗാത്മക മത്സരത്തിലും സജീവമായി പങ്കെടുത്തു. 3ാം ക്ലാസ്സിൽ എന്റെ മരം പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും സജീവമായ ക്വിസ് മത്സരം സംഘടിപ്പിക്കുകയും ചെയ്തു. ക്വിസ് മത്സരത്തിൽ അയ്യാഷ് 1ാം സ്ഥാനവും അവന്തിക, അവനി എന്നിവർ 2ാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികളായി. പരിസ്ഥിതി ദിനം എന്നാൽ വെറും ഒരു ദിവസത്തെ ആചരണമല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കേണ്ട ശീലമാണെന്ന തിരിച്ചറിവ് ഈ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾക്ക് ലഭിച്ചു. കഴിഞ്ഞ വർഷം സ്കൂളിൽ നിന്നും നൽകിയ തൈകൾ വീട്ടിൽ നട്ടുനനച്ച് പരിപാലിച്ച കൊച്ചുമിടുക്കരെ ചടങ്ങിൽ പ്രത്യേകം അനുമോദിക്കുകയുണ്ടായി. സ്കൂൾ പരിസരത്തെയും വീടുകളിലെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് നാടിനെ വൃത്തിയായി സൂക്ഷിക്കുന്ന ഹരിതസേന അംഗങ്ങളെ പ്രധാന അധ്യാപിക ജാസ്മിൻ ടീച്ചർ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. നാടിനും വരുംതലമുറകൾക്കും ഗുണകരമാകുന്ന ഇത്തരം സേവനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് SRG കൺവീനർ സുൽഫി മാസ്റ്റർ കുട്ടികളോട് സംസാരിച്ചു. പ്രകൃതിയെ അറിഞ്ഞും ആദരിച്ചും മുന്നേറാൻ പുതിയ തലമുറയ്ക്ക് ഈ ദിനാചരണം വലിയൊരു പ്രചോദനമായി മാറി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.